നമസ്കാരം. ലോകത്തിൻ്റെ ആയുധ വിപണിയിൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ സ്ഥാനമാണ് ഇവിടെ അവലോകനം ചെയ്യാൻ പോകുന്നത്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന വരുമാന സ്രോതസ്സിലൊന്ന് ആയുധ കയറ്റുമതി തന്നെയാണ്. ലോകത്തിലെ ആയുധ ഇടപാടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്കും ഒന്നാം സ്ഥാനമുണ്ട്, ഇന്ത്യക്കും ഒന്നാം സ്ഥാനമുണ്ട്. ഇത് ഏതൊക്കെ വിഭാഗങ്ങളിലാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് ഏതൊക്കെ ആയുധങ്ങൾ കയറ്റി അയക്കുന്നു എന്നുകൂടി നോക്കാം. 2024 നമ്മൾ സ്വന്തമായി നിർമ്മിച്ചത് 1.27 ട്രില്യൺ രൂപയ്ക്കുള്ള ആയുധങ്ങളാണ്. അതായത് 1.27 ലക്ഷം കോടി രൂപ. 2023 ഇത് 1.09 ലക്ഷം കോടി രൂപയായിരുന്നു. ആയുധ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ ഒരു വർഷം കൊണ്ട് 16.7% വളർച്ചയാണ് നമ്മൾ നേടിയത്. 2029 ആവുമ്പോഴേക്കും 3 ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങൾ സ്വന്തമായി നിർമ്മിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഈ മേഖലയിൽ പ്രധാനമായും 16 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ സ്വകാര്യ മേഖലയിൽ ഏകദേശം 430ഓളം ലൈസൻസ്ഡ് കമ്പനികൾ ഉണ്ട്. ഇതും കൂടാതെ അനുബന്ധ സാധനങ്ങളുടെ നിർമ്മാണത്തിനായി ഏകദേശം 16,000ഓളം ചെറുകിട കുടിൽ വ്യവസായ യൂണിറ്റുകളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഈ മേഖലയിൽ എത്ര പേർ തൊഴിലെടുക്കുന്നു എന്നുള്ളത് നമുക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. 2014 മുതൽ 2024 വരെയുള്ള 10 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ആയുധ ഉൽപ്പാദനം 3 ഇരട്ടിയാണ് വർദ്ധിച്ചത്. ഇനി നമുക്ക് ഇന്ത്യ പ്രധാനമായും നിർമ്മിക്കുന്ന ആയുധങ്ങളും അവ ഏതേത് രാജ്യങ്ങളിലേക്കാണ് കയറ്റി അയക്കപ്പെടുന്നതെന്നും കൂടി പരിശോധിക്കാം. ആദ്യത്തേത് ഇന്ത്യയും റഷ്യയും കൂടി ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈലാണ്. ഇതിൻ്റെ വിൽപ്പനയ്ക്കായി 400 കോടി രൂപയുടെ ഓർഡറാണ് ഇന്ത്യ ഫിലിപ്പീൻസിൽ നിന്ന് നേടിയെടുത്തത്. ഇതിൻ്റെ ആദ്യ ബാച്ച് അവർക്ക് കൊടുത്തും കഴിഞ്ഞു. ഫിലിപ്പീൻസിന് പുറമെ ചില ആസിയാൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും ഈ മിസൈലിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത് കൂടുതൽ കയറ്റി അയക്കാനും നമുക്ക് കഴിയും. അടുത്തത് നമ്മുടെ ആകാശ് മിസൈലും പിനാക മൾട്ടി ലോഞ്ച് റോക്കറ്റ് സിസ്റ്റവും ഒക്കെയാണ്. ഇതിൻ്റെ പ്രധാന ആവശ്യക്കാർ എന്ന് പറയുന്നത് അർമേനിയയാണ്. അവരുടെ അസർബൈജാനെതിരെയുള്ള യുദ്ധത്തിൽ ഈ പിനാക സിസ്റ്റം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇന്ത്യയുടെ ഈ പിനാക സിസ്റ്റത്തിൽ ഇപ്പോൾ ഫ്രാൻസിനും താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ്. അവരുടെ പ്രതിരോധ വിദഗ്ധർ ഇതിനെക്കുറിച്ചുള്ള പഠനവും ആരംഭിച്ചു കഴിഞ്ഞു. അർമേനിയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്ലയൻറ്റ് തന്നെയാണ്. 18,000 കോടി രൂപയുടെ ഓർഡറാണ് അവർ ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ അമേരിക്കയിലേക്കും നമ്മൾ വലിയൊരളവിൽ ഡിഫൻസ് എക്സ്പോർട്ട് നടത്തുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആയുധ ഫാക്ടറിയായ അമേരിക്കയിലേക്ക് നമ്മൾ ഡിഫൻസ് എക്സ്പോർട്ട് നടത്തുന്നു എന്ന വാർത്ത ചിലരിലെങ്കിലും കൗതുകം ഉളവാക്കാം. കൊല്ലൻ്റെ ആലയിൽ ഇരുമ്പ് സൂചി വിൽക്കുന്നോ എന്നായിരിക്കും സംശയം. ഇങ്ങനെ ചെയ്യുന്നതിന് പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളാണ് ഉള്ളത്. ഇതിൽ ഒന്നാമതായി നിർമ്മാണ ചെലവാണ്. ചില കാര്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കുമ്പോൾ ഇത് താരതമ്യേന നിർമ്മാണ ചെലവ് കുറവായിരിക്കും. രണ്ടാമത്തേത് ചില ഉഭയകക്ഷി കരാറിലെ വ്യവസ്ഥകളാണ്. അതായത് ഇരു രാജ്യങ്ങളും പരസ്പരം വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്ന തുകയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൊള്ളാമെന്നുള്ള കരാർ. അമേരിക്ക പ്രധാനമായും ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നത് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് അല്ല, പകരം കമ്പോണൻസ് ആണ്. ഇങ്ങനെ വാങ്ങുന്നത് പ്രധാനമായും വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും കമ്പോണൻസ് ആണ്. ബോയിങ്ങും ലോക്ക്ഹീഡ് മാർട്ടിനും നിർമ്മിക്കുന്ന വിമാനങ്ങൾക്കാവശ്യമായ ഫ്യൂസിലേജും വിങ്സും കൊടുക്കുന്നത് ഇന്ത്യയാണ്. വിമാനത്തിൻ്റെ ബോഡിയിലെ കുഴല് പോലെ ഇരിക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ഫ്യൂസിലേജ്. ടാറ്റയും ബോയിങ്ങും കൂടെ ചേർന്നുള്ള ടാറ്റ ബോയിങ് എയറോസ്പേസ് വെഞ്ചറിലാണ് ഇത് നിർമ്മിക്കുന്നത്. അമേരിക്കയുടെ പേര് കേട്ട അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ ഫ്യൂസിലേജും ഇവിടെയാണ് നിർമ്മിക്കുന്നത്. ഇനി ഫ്രാൻസിലേക്ക് പ്രധാനമായും ഇന്ത്യ കയറ്റി അയക്കുന്നത് മിലിറ്ററി ആവശ്യങ്ങൾക്കായിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ പിനാക സിസ്റ്റത്തിലും ഇവർക്ക് നോട്ടമുണ്ട്. ഇന്ത്യയുടെ ആകാശ് മിസൈലിൽ ബ്രസീലും താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഗുയാന, മാൽദീവ്സ്, ശ്രീലങ്ക, നൈജീരിയ, സെയ്ഷൽസ്, തായ്ലാൻഡ് എന്നീ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഡോർണിയർ 228 എന്ന ചെറിയ എയർക്രാഫ്റ്റും കയറ്റി അയച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ചെറിയ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും ഹെൽമെറ്റുകളും നൈറ്റ് വിഷൻ ക്യാമറകളും റഡാർ സിസ്റ്റവും മിസൈൽ സിസ്റ്റത്തിന് ആവശ്യമായ ഫ്യൂസുകളും ചെറിയ തോക്കുകളും മിലിറ്ററി സിമുലേറ്ററുകളും വരെ കയറ്റി അയക്കുന്നുണ്ട്. മിലിറ്ററി സിമുലേറ്ററുകൾ എന്നാൽ ട്രെയിനിങ് സമയത്ത് ഉപയോഗിക്കുന്ന ഡമ്മി ആയുധങ്ങളാണ്. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഭവമാണ് ഉക്രൈൻ ഇന്ത്യൻ നിർമ്മിത ഷെല്ലുകൾ റഷ്യക്കെതിരെ വ്യാപകമായി ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇന്ത്യയും റഷ്യയും ബിസിനസ് പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഉക്രൈനുമായി യാതൊരുവിധ ആയുധ കരാറിലും നമ്മൾ ഏർപ്പെട്ടിട്ടില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് അന്വേഷിക്കുമ്പോഴാണ് വസ്തുത തെളിഞ്ഞു വരുന്നത്.
ഇന്ത്യയിൽ നിന്ന് ഷെല്ലുകൾ വാങ്ങിക്കുന്ന ഇറ്റലിയും ചെക്ക് റിപ്പബ്ലിക്കുമൊക്കെ ഇത് ഉക്രൈന് അനധികൃതമായി കൈമാറുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനെതിരെ റഷ്യ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ആയുധങ്ങൾ ഇത്തരത്തിൽ കൈമാറുന്നത് കരാർ വ്യവസ്ഥകളുടെ ലംഘനമാണ്. എന്നാൽ ഇന്ത്യ ഇതുവരെയും ഇതിന്മേൽ ഔദ്യോഗികമായ നടപടികളൊന്നും കൈക്കൊണ്ടിട്ടില്ല. ഏതായാലും ഔദ്യോഗികമായി ആയുധങ്ങൾ വിറ്റ വകയ്ക്ക് ഇന്ത്യക്ക് 2023-24 സാമ്പത്തിക വർഷത്തിൽ ലഭിച്ചത് 21,083 കോടി രൂപയാണ്. ഇത് 2022-23 സാമ്പത്തിക വർഷത്തിൽ 15,920 കോടി രൂപയായിരുന്നു. അതായത് ഒരു വർഷം കൊണ്ട് 32.5% വർധനവാണ് ഇന്ത്യ ഈ മേഖലയിൽ നേടിയത്. ഇത്രയൊക്കെ ആയുധങ്ങൾ കയറ്റി അയക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പലർക്കും ഒരു സംശയം ഉടലെടുക്കാം. ഇന്ത്യ ആയുധ ഇറക്കുമതിയുടെ തോത് കുറച്ചോ എന്നുള്ളത്. ഒരിക്കലും കുറഞ്ഞിട്ടില്ല, അത് കൂടിയിട്ടേ ഉള്ളൂ. വീഡിയോയുടെ ആദ്യം പറഞ്ഞ ഇന്ത്യയുടെ 1-ാം സ്ഥാനം ഇവിടെയാണ് കിടക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് പ്രകാരം ലോകത്തിലെ മൊത്തം ആയുധം ഇറക്കുമതിയുടെ 9.8% നടത്തുന്നത് ഇന്ത്യ തന്നെയാണ്. ഇനി അടുത്തത് അമേരിക്കയുടെ 1-ാം സ്ഥാനത്തിലേക്ക് വരാം. അമേരിക്ക തന്നെയാണ് ലോകത്ത് ആയുധങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഒന്നാമൻ. മൊത്തം എക്സ്പോർട്ടിന്റെ 42% നടത്തുന്നത് അമേരിക്കയാണ്. ഇതിൽ ആദ്യത്തെ 5-ാം സ്ഥാനത്തിലോ 10-ാം സ്ഥാനത്തിലോ ഇന്ത്യയില്ല. ഇന്ത്യയുടെ സ്ഥാനം 23-ാമതാണ്. ആയുധങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന 65 രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നാണ് ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ 10-ാം സ്ഥാനത്തിന് ശേഷമുള്ള ഒരു രാജ്യത്തിൻ്റെയും പേരും ഇവർ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മേഖലയിൽ നാം ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആയുധ കയറ്റുമതി രംഗത്ത് ഇപ്പോൾ നിലവിലുള്ള വളർച്ച പിന്തുടർന്നാലും 2047 ആവുമ്പോഴേക്കും, അതായത് സ്വാതന്ത്ര്യം ലഭിച്ച് 100 വർഷം ആവുമ്പോഴേക്കും ആയുധ കയറ്റുമതി രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ആദ്യ 10 രാജ്യങ്ങളുടെ പട്ടികയിലോ ഒരുപക്ഷെ ആദ്യ 5 രാജ്യങ്ങളുടെ പട്ടികയിൽ തന്നെയോ എത്തിച്ചേരാൻ ഇന്ത്യക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനായി ശുഭപ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ജയ് ഹിന്ദ്.